ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചപ്പാത്തി നൂഡിൽസാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിനുശേഷം ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വശക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വശക്കി എടുക്കേണ്ടതാണ്. ഇനി അടുത്തത് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും ഇതുപോലെ ഒന്ന് ഇളക്കി വശക്കി എടുക്കാം. ഇനി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ഇതിനൊപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പിഞ്ച് ഓഫ് സോൾട്ട്, ഇത് നിർബന്ധമൊന്നുമല്ല, ഉപ്പ് വേണം എന്നുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ വെജീസും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ബീൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഈ വെജീസിനോട് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് ചേർത്ത് എടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ സ്പൂണിൽ സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഉള്ളവർക്ക് അതുകൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ സോയാ സോസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഈ വെജീസ് എല്ലാം കൂടെ അതിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ച് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ 2 മുട്ട ഞാൻ എടുത്തത് ഇവിടെ ആക്ച്വലി 4 ചപ്പാത്തി ഞാൻ എടുക്കുന്നത്, അതിനനുസരിച്ചാണ്. ഈ 4 ചപ്പാത്തി ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ ചെയ്ത് വെച്ചിരിക്കുന്ന വെജീസിലേക്ക് ഈ ചപ്പാത്തി കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഏകദേശം ഈ കൊത്തു പൊറോട്ടയൊക്കെ കഴിക്കത്തില്ലേ, അതിൻ്റെ ഏകദേശം ഒരു രീതിയിൽ വരും. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ നമുക്ക് തരും, അതുകൊണ്ടാണ്. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് സൂപ്പർ ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്, നന്നായി വയറ് നിറയും. ഇത് ഒരുപാട് കഴിക്കേണ്ട, ഒരു അല്പം കഴിക്കാൻ തന്നെ നന്നായിട്ട് വയറ് നിറയും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ എന്താ കൊടുക്കേണ്ടതെന്നുള്ള ടെൻഷൻ വേണ്ട, ഇത് കൊടുക്കാം. ഹെൽത്തിയുമാണ്, വയറ് നിറയും, നല്ലതുമാണ്, വെറൈറ്റിയുമാവും.